ഉദയഗാന പ്രകാശകലയാൽ ഉജ്വല ശോഭം ഭുവനം അലതല്ലിടുകയാണധിഗഗനം വായുവിലീശ്വരചലനം അലിയിക്കുന്നോ ശിലകളെ ഈശ്വരഗംഗാസരഭസ ഗമനം പാടണമെന്നുണ്ട് ഈ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നില്ലല്ലോ പ്രാണനുറക്കെ കേണിയിടുന്നു പ്രഭോ പരാജിത നിലയിൽ നിബദ്ധനിഹ ഞാൻ നിൻ ഗാനത്തിൻ നിരന്തരമാകിയ വലയിൽ അറ്റമില്ലാത്ത പാട്ട് പോലെ പാടാൻ എനിക്ക് കഴിയാത്തതിൽ ഞാൻ പരാജയപ്പെട്ടിട്ട് കരയുന്നു. പക്ഷേ കരയുമ്പോഴും ഞാൻ ആശ്വസിക്കുന്നു. ആ പാട്ട് പോലെ ഒരിക്കലും എനിക്ക് പാടാൻ കഴിയില്ല. എങ്കിലും ആ പാട്ടിന്റെ സർഗാത്മകമായ കണ്ണിയിൽ ഞാനും ഒരു കണ്ണിയാണല്ലോ. ആ പാട്ടിന്റെ ഒരു ശ്രുതിയല്ലേ ഞാൻ, ആ പാട്ടിന്റെ ഒരു ലയമല്ലേ ഞാൻ, ആ പാട്ടിന്റെ ഒരു താളമല്ലേ ഞാൻ, ആ പാട്ടിന്റെ ഒരു ഈണമല്ലേ ഞാൻ, ആ പാട്ടിന്റെ ഒരു വാക്കല്ലേ ഞാൻ. ആ വാക്കുകളും താളവും ശ്രുതിയും എല്ലാം ചേരുമ്പോൾ, എല്ലാ മനുഷ്യരും ചേരുമ്പോൾ എന്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്ന് നമ്മുടെ സ്വരമാകുന്നതാണ് ഭജന. ഭജനയിലൂടെ 15-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ ആരംഭിച്ച ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എനിക്കും ദൈവത്തിനുമിടയിൽ ഇടത്തട്ടുകാരൻ വേണ്ട, പൂജാരി വേണ്ട, നേരിട്ട് ദൈവത്തോട് സംവദിക്കാൻ വേണ്ടിയിട്ട് പാട്ടുപാടുക. ഹരഹര ശിവ ശിവ എന്ന് ഒരു നാമം ചൊല്ലേടാ, പാമരനെ ഉനക്കതിൽ പാരമെന്നേടാ. പ്രാർത്ഥിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക.